ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങി, ആ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നമുക്കതിൽ കാര്യമായ ഒരു വ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തു, 4, 5, 6 അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തു. എന്നിട്ടും നമ്മളുടെ ചാനൽ അതിന് വീഡിയോക്കനുസരിച്ചുള്ള ഒരു വ്യൂസ് വരുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ നല്ല വ്യൂസും കാര്യങ്ങളും സബ്ബും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ അതിന് നമുക്കൊരു ടാഗ്, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ, ഇത് നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോകാൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ വീഡിയോസിലും ചെയ്യേണ്ടതുമാണ്. അത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വ്യൂസും സബ്ബൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ടാഗൊക്കെ SEO പരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസ് നമുക്ക് എന്തായാലും നമുക്ക് നല്ലൊരു വ്യൂസ് കിട്ടും. അപ്പോൾ തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് അതിലൊരു 5 വ്യൂസ്, 10 വ്യൂസ്, അതേപോലെ 15 വ്യൂസ്, 20 വ്യൂസിലൊക്കെ നമ്മളെ വീഡിയോസ് നിന്ന് പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല ടൈറ്റിൽ കൊടുക്കുക എന്നതാണ്. ടൈറ്റിലിന് അനുയോജ്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ തയ്യാറാക്കുക. അതിനുശേഷം അതിന് അനുയോജ്യമായ ഒരു ടാഗ് കൂടി നമ്മൾ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ഒരു 10 വ്യൂസ് വരുന്ന ഒരു വീഡിയോസ് ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 വ്യൂസ്, 20 വ്യൂസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടും. അതിൽ കൂടുതലും കിട്ടും. ഇപ്പം മില്യൺസ് വ്യൂസ് ഒക്കെ വരെയൊക്കെ വരും. അത് ഓരോ ചാനലിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൽ നമ്മൾ ഓരോ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴും നമുക്കതിൽ വ്യൂസ് വരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാം. എന്നിട്ടും നമുക്ക് വീഡിയോസിൽ വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇംപ്രഷൻ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഇംപ്രഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടി എൻഗേജ്മെൻ്റ് ആക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. അതേപോലെ തന്നെ അതിൽ ചെറിയ വീഡിയോ ക്ലിപ്സുകളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വ്യൂവേഴ്സിന് അത് കുറച്ചുകൂടി ഒരു എൻഗേജ് തോന്നിക്കും. അപ്പം നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ഇംപ്രഷൻ വർദ്ധിക്കുമ്പോൾ നമ്മളുടെ ടൈറ്റിലും ടാഗും അതേപോലെ തന്നെ ഈ ഇംപ്രഷൻ വർദ്ധിക്കുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനനുയോജ്യമായ ഒരു അടിപൊളി തംബ്നെയിൽ കൂടി സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഇംപ്രഷൻ ലഭിക്കുമ്പോൾ നല്ലൊരു തംബ്നെയിൽ കൂടി, ക്ലിക്കബിൾ ആയിട്ടുള്ള തംബ്നെയിൽ കൂടി അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീഡിയോ ഈ വ്യൂവേഴ്സിലേക്ക് ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയും നമുക്ക് ആ വീഡിയോസിൽ ഒരുപാട് വ്യൂസുകളും വരാൻ സാധിക്കും. എന്നിട്ടും നമുക്ക് ഇതിലും നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മളുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. അതിൽ നമുക്ക് അതിൻ്റെ വ്യൂ ഡ്യൂറേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 5 വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ 5 വീഡിയോസിൽ നമുക്ക് അത്യാവശ്യം വ്യൂസ് വന്ന ഒരു വീഡിയോ 1-2 വീഡിയോസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ വീഡിയോ വാച്ച് ചെയ്ത ഡ്യൂറേഷൻ വന്ന വീഡിയോ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ടോപ്പിക്ക് എന്താണോ അതേപോലെ ആ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിടരുത്. നമ്മൾ അതിനനുയോജ്യമായ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ചാനലിൽ ഒന്നിട്ട് അതിന് നല്ല ടാഗും ഡിസ്ക്രിപ്ഷനും അതേപോലെ ടൈറ്റിലൊക്കെ തംബ്നെയിലൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
മുന്നേ കിട്ടിയതിനെക്കാട്ടിലും കൂടുതലുള്ള ഒരു വ്യൂസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുക. നമുക്ക് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാലല്ലേ നമുക്കിതിൽ എന്തൊക്കെയാണ് നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ശ്രമിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ എന്നിട്ടും നമ്മളുടെ ചാനൽ വ്യൂസ് വരുന്നില്ല, തീരെ വരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് 4ാമത്തെ ഓപ്ഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഒന്ന് ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതി ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അതേപോലെ വീഡിയോ മൊത്തത്തിലൊന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ വീഡിയോ തംബ്നെയിൽ കൊടുക്കുന്നത് ഒരു തംബ്നെയിൽ കൊടുക്കുന്നതിൽ ഒരു ചേഞ്ചിങ് വരുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വ്യൂസ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ വ്യൂസ് തീരെ അല്ലാതെ കഷ്ടപ്പെടുന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രവർത്തിച്ച് നോക്കുക. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വ്യൂസും കാര്യങ്ങളും എല്ലാം ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ പരമാവധി ഇതിലൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏതെങ്കിലും നമുക്കിപ്പോൾ ഒരു വീഡിയോ നമ്മളുടെ ചാനൽ ക്ലിക്കായാൽ മതി, നമ്മളുടെ ചാനൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മുന്നോട്ട് പോകും. അപ്പം നമ്മളുടെ ആ വൈറലാകുന്ന വീഡിയോ ഏതാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. നല്ല ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തുകൊണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഇംപ്രഷൻസുകൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസിലേക്ക് ക്ലിക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഇന്നത്തെ ജയ് ഹിന്ദ്.